செல்லம் சாப்பிடு. என்ன இது? சரி, ஒரு கதை சொல்லி கொடுக்கவா? ஒரு காக்கா வந்து இப்படி பறந்து 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 அப்பா செல்லம். இனி ஒரு வாய். ஒரே ஒரு வாய். அந்த காக்கா இருக்குல்ல, இப்படி வந்துட்டு இப்படி செல்லம் இல்ல. இந்த பாரு, பாரு குஞ்சம்மா இப்ப சாப்பிட்டு காமிச்சு தருவான். அப்ப நீயும் சாப்பிடு. கல்லு, சாப்பிட்டா தான் பெருசாக, பெருசானா தான் சக்தி வரும். சக்தி வர வேண்டாமா? உனக்கு சக்தி இருக்கு. ஐயோ, இது வந்து சின்ன சக்தி தானே, இந்த மாதிரி பெருசா சக்தி வேண்டாமா? ஐயோ, சாப்பிட சொல்லும். ശക്തി കൂടി പാർക്കുഞ്ഞും ഇപ്പൊ പഞ്ഞിക്കിടുന്ന ജോലിയുണ്ട്. പഞ്ഞിക്കിടുവാളാ? ചെല്ലം കല്ലു, ഇവ അടിച്ചാലും ഉനക്ക് വലിക്കവേ വലിക്കാது. ഇവളിപ്പോ ഒരു അടിയടിച്ച് ഞാൻ താഴെ കിടന്നു. കണ്ട ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം പാർക്കുഞ്ഞമ്മയാ. കല്ലു സോപ്പിടാൻ മിടിക്ക അവളുടെ അമ്മയെ പോലെ. ആരുടെ അമ്മേനെയോ കുറ്റം പറയണേ? അയ്യോ ചേച്ചി, ഞാൻ കുറ്റൊന്നല്ലേ ചേച്ചി പറഞ്ഞേ. കല്ലൂര് ഞാൻ അമ്മയെ പോലാണ് അത് പറഞ്ഞോണ്ടിരിക്കാൻ. അമ്മയെ കുറ്റം പറഞ്ഞതാ. എനിക്കറിയാം അമ്മേനെ കുറ്റം പറഞ്ഞാന്ന്. കുറച്ച് ദിവസമായി ഞാൻ നോട്ട വിട്ട് വെച്ചേക്കുന്ന്. തരാം കേട്ടോ. ആന്റി, ഇത് പുട്ടുണ്ടാക്കിയ? പിന്നെ ഇവക്ക് പുട്ടും അവിടെ ഇഡ്ഡലി എന്താ? ചേച്ചി, ഇത് പുട്ടല്ല ഇഡ്ഡലിയാ, ഞാൻ പുട്ടാക്കിയതാ. ഈ കൊച്ചിനെയും കൊണ്ട്. ആന്റി, നമ്മൾ ഈ ബ്രേക്ക് വിടുമ്പോഴല്ലേ ആക്സിലേറ്റർ വിടുക്കുന്നത്? എന്നാ? ഒന്നുമില്ല. എന്നാ ലച്ചു? ബ്രേക്ക്, ഇത് ക്ലച്ച്, ഇത് ഗിയർ. എന്നാ ലച്ചു? ആന്റി, ഒരാഴ്ചത്തേക്ക് എന്നെ സിദ്ധുവിനെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് കേട്ടോ. എന്നാ? ഞാനേ ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലോ എന്ന് ആലോചിക്കുവായിരുന്നു. എന്താ, ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലോ എന്ന് ആലോചിക്കുവായിരുന്നു. ഈ എവിടെയെങ്കിലും പോണെങ്കിൽ എല്ലാരെയും ഡിപ്പെൻഡ് ഒക്കെ ചെയ്യണ്ടേ? ഡിപ്പെൻഡ് ചെയ്ത് മടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കാം. അത് നല്ല വിഷയം. അപ്പൊ ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. സൈക്കിൾ ഓടിക്കാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാം. ഞാൻ പണ്ടിവിടെ കുറെ സൈക്കിളൊക്കെ ചവിട്ടി കിടന്നിട്ടുള്ളതാ. അതിന്റെ വീണിട്ടുണ്ടല്ലോ. അതിപ്പോ സൈക്കിൾ ചവിട്ടുമ്പോ വീഴൂലേ? അതിപ്പോ ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ സൈക്കിൾ ബാലൻസും കിട്ടും. എന്താ മൈക്കിണിക്കണേ? ഒന്നുമില്ല, കൊറേ നേരമായി കേട്ടോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വെറുതെ നിന്നാണ്, നിന്നെ കാണുമ്പോ എനിക്ക് ചിരി വരണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ. അതാ ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കണം എന്താണെന്ന്. കളിയാക്കണല്ലേ, നീ ബൈക്ക് ഓടിക്കാൻ പഠിക്കണ്ടേ? ലച്ചു, എന്ത് ബൈക്കിൽ പഠിക്ക പോற? നമ്മുടെ ബൈക്കിൽ പഠിക്കും. അയ്യോ, അത് ரொம்ப വെയിറ്റ് താനേ, എപ്പടി കത്തുപ്പ? ചേട്ടാ, ഇതെന്തൊരു കഷ്ടമാണ്. എല്ലാരും വണ്ടിക്ക് ഇത്ര വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എല്ലാരും ഓടിക്കുന്ന വണ്ടി അത് തന്നെയല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? ഫോർ എക്സാമ്പിൾ, ലോറിയുടെ ഡ്രൈവറും എന്ത് വലിപ്പ വ്യത്യാസമുണ്ട്. അയാൾ ആ ലോറി തലയിൽ വെച്ച് ചുമന്നോണ്ടല്ലോ പോണത്, ഓടിച്ചോണ്ടല്ലേ പോണത്. അതുപോലെ തന്നെ ഫ്ലൈറ്റ്, പൈലറ്റ് വലിച്ചോണ്ടല്ലോ പോണത്, ഓടിച്ചോണ്ടല്ലേ പോണത്. പിന്നെന്താ പ്രശ്നം? ആമാല, ഇതെല്ലാം ഞാൻ യോസിക്കവേ ഇല്ല ലച്ചു. അയ്യോ, ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റും. ലച്ചു, அந்த ബൈക്കിൽ ഉനക്ക് കാൽ എത്തുമാ? അത് കാലെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 കട്ട വെച്ചാ. ബൈക്ക് ഓടിക്കുമ്പോ അമ്മ കാറ്റോണ്ട് പറന്നു. പറഞ്ഞു കേട്ടാ, ബൈക്ക് ഓടിക്കുമ്പോ കാറ്റോട് പറന്നു പോകുന്നു. ബോഡി ഷേമിങ് ചെയ്യുന്ന എടി നിന്നെ ഞാൻ നോക്കിക്കോ. നിന്നെ ഉണ്ടല്ലോ ബോഡി ഷേമിങ് ചെയ്തതിന്റെ പേരിലേ ഞാൻ പോലീസിന് വിളിച്ചിട്ടു. എന്ത് അയ്യോ? പോലീസുകാർ കൊണ്ട് ഇടിക്കും, പേടിപ്പിക്കും. അവിടെ ഈ ഇഡലിയും മുട്ടയും ദോശയൊന്നും കിട്ടൂല. നല്ല ഗോതമ്പുണ്ടേ ഇല്ലല്ലോ, അത് തിന്നുകൊണ്ട് അവിടെ ഇരിക്കേണ്ട വരും. പിടിച്ചു കൊടുക്കട്ടെ? ഇനി ബോഡി ഷേമിങ് ചെയ്യൂ? അവള് മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിന് മുന്നേ ബോഡി ഷേമിങ് കൂടെ ഇറങ്ങിയേക്ക്. കല്ലു, അമ്മ ചുമ്മാ சொல்றாங்க. ചുമ്മാതൊന്നുമല്ല, ചിലപ്പം പിടിച്ചു കൊടുക്കും. എന്റെ അമ്മയല്ലേ. ആ പേടി വേണം നോക്കിയോ. എന്റെ ലച്ചുവേ, ഞാൻ നിനക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചരാം. എടോ തന്റെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ട. എന്നൊക്കെ എന്നെ കെട്ടിയവനുണ്ട്, കെട്ടിയവനെ ഓടിപ്പിച്ചോളൂ. ശരി, ആയിക്കോട്ടെ, കെട്ടിയും പാടിപ്പിച്ചാവട്ടെ. എന്ത്? ഒന്നുമില്ല.
ചിരിയല്ലേ ചിരി ഞാൻ നിർത്തി തരാം കേട്ടാ. ആണോ? ആ. ശരി ആയിക്കോട്ടെ. നീ വണ്ടി ഓടിക്കാൻ പഠി. ആ ഉം. ഈ നമ്മള് ബ്രേക്ക് വിടുമ്പോഴല്ലേ ക്ലച്ച് പിടിക്കുന്നത്? കെട്ടുവിന്റെ അടുത്ത് ചോദിച്ചു വരും. പോടന്ന് ഇറങ്ങിപ്പോ. കല്ലു നമ്മ സാപ്പിടലാമാ? പോലീസ് വരും. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോ. ஆமா ஆமா എന്നാ വാ സ്റ്റേഷനിൽ കൊണ്ടുപോവാം. പോലീസ് വല്ല ആവശ്യം ഉണ്ടായിരുന്ന ചെന്ന് കേറി അടി മേടിച്ചു വെച്ചത്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കും. நல்ல குழந்தை தானே. അവിടെ എങ്ങാനും കൈ വെച്ചാ ആ സോറി പറ. ഇല്ല സോറി പറഞ്ഞോ? ഇല്ല ஐயோ பாவம் பாவம். സോറി പറ. അമ്മ പറ പോലീസിന് പിടിച്ചു കൊടുക്കത്തില്ലെന്ന്. ശരി അമ്മ പോലീസിന് പിടിച്ചു കൊടുക്കത്തില്ല. നീ ആന്റി അടുത്ത് സോറി പറ. സോറി. அச்சோடா. കണ്ട ഇത്രേ ഉള്ളൂ ഡീൽസ്. ഇത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ, ഇത് ഗിയർ അല്ലേ? എന്നാ പട്ടി വെട്ടം തന്നെ. ആ